മോനെ കണ്ണുറഞ്ഞടാ കുട്ടു. അമ്മോടെ എത്ര മുണ്ടിട്ടിടാ കണ്ണു തുറഞ്ഞ മോനെ കുട്ടു. കണ്ണുറഞ്ഞ് നോക്കിയാടാ അമ്മേനെ കുട്ടു. നോക്കിയാടാ കുട്ടു. മിണ്ടിയാടാ കുട്ടു. കുട്ടു കുട്ടുമോനെ അമ്മേനെ നോക്കിയ കുട്ടു. കുട്ടാ കുട്ടാ കണ്ണു തുറക്ക് കുട്ടാ. പൊന്നു കുട്ടുമോനെ അമ്മയുടെ മോനല്ലേ. നോക്കിയാടാ അമ്മേനെ കുട്ടു. അമ്മോടെ നീലൊന്ന് പറഞ്ഞേ കുട്ടാ കുട്ടുമോനെ കുട്ടു. ഇതെന്റെ മോനാണ്. എൻ്റെ മോന് എനിക്ക് 2 മക്കളാണ്. അതിൽ ഇളയ മോനാണിത്. അവന് ജൂലൈ 18-ാം തീയതി ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. വലിയ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനിയും ഇവന് തുടർന്നുള്ള ചികിത്സയ്ക്ക് ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് പൈസയൊന്നും ഇല്ല. ഇനി വലിയ ഓപ്പറേഷൻ ഒന്നും ചെയ്യാനുണ്ട്. ഡോക്ടർമാർ പറയണത് ഇനിയും ഇവന് ചികിത്സിച്ചാൽ മാത്രമേ ഇവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ഇതാക്കുക. എനിപ്പിച്ചിരുത്താനാണ് എനിക്ക് ആഗ്രഹം. അതിനുള്ള ഇത് എന്തെങ്കിലും നിങ്ങളെ കഴിയണത് എനിക്ക് സഹായം ചെയ്തു തരണം. എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറെ എനിക്ക് ഒത്തിരി വേണ്ടിയിട്ടല്ല. എൻ്റെ മോൻ്റെ ചികിത്സ നടക്കണം. അവന് എനിക്ക് കിട്ടണം. അത് മാത്രം എൻ്റെ പ്രതീക്ഷ. കൂട്ടുമോനെ എല്ലാവരും മോനെ സഹായിക്കൂട്ടാ. മോനെ മോൻ പഴയ മോനായിട്ട് തിരിച്ചു വരൂട്ട അമ്മയ്ക്ക്. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി രാജഗിരി ഹോസ്പിറ്റലിലാണ്. ഈ പ്രിയ സഹോദരന്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണണം. കഴിഞ്ഞ ജൂലൈയിൽ ഒരു അപകടം സംഭവിച്ച് കോമ സ്റ്റേജിൽ ഒരുപാട് സർജറി കഴിഞ്ഞാണ് ഈ സഹോദരൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് സർജറി ആവശ്യമായിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് നല്ല ഒരു ചികിത്സ കിട്ടുകയാണെങ്കിൽ ഈ സഹോദരൻ ചിരിച്ച് കളിച്ചുകൊണ്ട് ആ പഴയ രൂപത്തിലേക്ക് കിട്ടും. വെറും 25 വയസ്സ് പ്രായമുള്ളൂ ഈ പൊന്നുമോന്. അത്രയും വല്ലാത്തൊരവസ്ഥയിലാണ്. വീടിന്റെ എല്ലാ ബാധ്യതകളും ഏറ്റുകൊണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപകടം പറ്റിയത്. നാട്ടുകാരും അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി ഒരുപാട് സഹായിച്ചു ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി. ഇനിയും ചികിത്സ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ, നന്മ നിറഞ്ഞങ്ങളൊക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് പറ്റാവുന്ന ആളുകൾക്ക് എത്തിച്ചുകൊണ്ട് 10 രൂപയെങ്കിലും ഈ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.